പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ശൈലജ ടീച്ചർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എന്താണ് വടകരയുടെ ഒരു പൾസ്? വടകര വളരെ ആവേശപൂർവ്വം ഇടതുപക്ഷത്തെ വരവേറ്റിരിക്കുകയാണ്. എനിക്ക് അനുകൂലമായി ഓരോ ദിവസവും ജനങ്ങൾ കൂടുതലായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടെ വടകരയിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്നും എടുത്തും കാണാത്ത വിധം വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നൊരു മണ്ഡലമാണിത്. അതെ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം രാഷ്ട്രീയം പറഞ്ഞാണ്, ജനങ്ങളെ സംബന്ധിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായത്. പക്ഷേ UDF കാണിച്ചത് അങ്ങനെയല്ല. ഇതുവരെ ഇല്ലാത്ത വിധം വ്യക്തിഹത്യക്ക് ഒരുങ്ങുകയാണ് അവർ ചെയ്തത്. എന്നെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നവമാധ്യമ പ്രചാരണങ്ങൾ നടത്തുക, അത് തെളിവ് സഹിതം ഞങ്ങളത് നിയമപരമായിട്ട് പരാതിപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ മറ്റു പലതരം ഗിമ്മിക്കുകൾ കാണിക്കുകയാണ്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പരാതി കൊടുത്തത്. നിങ്ങൾ കണ്ടല്ലോ, ഞാനെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മാതൃഭൂമി ഓൺലൈൻ പേജ് കൃത്യമായി ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായമല്ലാത്ത അഭിപ്രായം അതിനകത്ത് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു വിഭാഗം ആളുകളെ എനിക്കെതിരെ തിരിച്ചുവിടാൻ പറ്റുമോ നോക്കി. പക്ഷേ അവരെല്ലാം തന്നെ മനസ്സിലാക്കി അത് എനിക്കെതിരെ UDF നടത്തിയ വ്യാജ പ്രചരണമാണെന്ന്. അതുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ആചാര്യന്മാരുടെ പേരുകൾ, നമ്മൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളുള്ള കുടുംബത്തിലുടനീളം എന്നെപ്പറ്റി അദ്ദേഹം മോശമായി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചില്ലേ? ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? അതൊന്ന് തള്ളിപ്പറയാൻ ഇന്ന് വരെ UDFന്റെ നേതാക്കന്മാർ തയ്യാറായോ? ഇല്ലാലോ. അപ്പോൾ അതെല്ലാം കാണുമ്പോഴെങ്ങനെയാണ് നിയമപരമായി നടപടിയെടുക്കാതിരിക്കുക? ഞാൻ പറഞ്ഞല്ലോ, വളരെ മോശമായിട്ടുള്ളൊരു ചിത്രം അത് എൻ്റെ തല ഒട്ടിച്ച് വെച്ചിട്ട് അവരുടെ ഈ പേജുകളിൽ അവർ പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തു. അപ്പോൾ അത് കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? അപ്പോൾ ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങി, ഇത്രയും ഹീനമായിട്ടുള്ള, ഇത്രയും വൃത്തികെട്ട ഒരു പ്രചരണം ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. അതിന് ഒരു ചെറിയ അഭിപ്രായമെങ്കിലും ഇത് ശരിയായില്ല എന്ന് പറയാൻ UDFന്റെ നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതിലാണ് വിഷമം. അവർ പറയുന്നത്, അതിന് കാരണമായിട്ട് പറയുന്നത് ഈ സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കളുടെ അറിവോടെയല്ല ഇത്തരം പ്രചരണം നടക്കുന്നതെന്നാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വരുന്ന പേജുകളിൽ വരുന്നത് അവരുടെ അറിവോടെ അല്ല. അവർ കാണുന്നില്ല എല്ലാ ദിവസവും അവരുടെ പ്രചരണം വരുന്ന പേജുകളല്ലേ. ആ പേജുകളുടെ അഡ്രസ് അടക്കം വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പേജ് ക്രിയേറ്റ് ചെയ്ത ആളുകളെ അവർ തള്ളിപ്പറയോ? ആ പേജ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകരല്ലെന്ന് അവർ പറയോ? അപ്പോൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങളുടെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ എന്നോട് മാപ്പ് പറയാൻ പറയുകയാണ്. എന്നെ ദ്രോഹിച്ചിട്ട് എന്നോട് മാപ്പ് പറയാൻ പറയുക. ഞാൻ എൻ്റെ സഹോദരന്മാരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു ഇത്ര ഹീനമായ ഒരു ആക്രമണത്തിന് വിധേയമായിട്ടില്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ UDF കാണിക്കുന്നത് ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള ഒരു അതിന് പറയുക എന്ന് എനിക്കറിയില്ല, അഭ്യാസ പ്രകടനമാണ്. സ്ഥാനാർത്ഥിയുടെ അറിവോടെ തന്നെയാണ് ഇതെന്ന് കരുതുന്നുണ്ടോ? ഈ പേജുകൾ എല്ലാ ദിവസവും കാണുന്നുണ്ടാവില്ലേ പ്രചാരണത്തിന്റെ? അപ്പൊ അതൊന്നും തള്ളി പറഞ്ഞില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് തള്ളി പറയാത്തതിനാൽ അന്നേരം എന്താ കരുതേണ്ടത്? അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? എങ്ങനെയാണ് ടീച്ചർ ഒരു വടകരയിലൊരു വിജയം അത്തരം കാര്യങ്ങൾ? വടകരയിലെ ഗംഭീരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടെ. ഇന്നലെ ഞങ്ങൾ വടകര അസംബ്ലി മണ്ഡലത്തിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് ചെന്നിട്ടുള്ള കടലോര മേഖലയിൽ, അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഞാൻ എത്തിയത്. പക്ഷേ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാത്തു നിൽക്കുകയാണ്. എനിക്കേറെ സന്തോഷം തോന്നിയത് യുവാക്കളുടെ ഒരു വലിയ നിര അവരേറ്റെടുത്തിരിക്കുകയാണ് LDFന്റെ വിജയം. അവർ വന്ന്, ടീച്ചറെ ഞങ്ങൾ വളരെ ആവേശത്തിലാണ്, ഇത്തവണ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം വന്നു. സ്ത്രീകൾ ധാരാളം, എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഞാനത് ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. നിങ്ങളൊരു പ്രത്യേക വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ
ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവർക്കെല്ലാം നന്നായിട്ട് അറിയാം ഞാൻ ആരാണ്, ഞാൻ നിലകൊള്ളുന്നത് ഈ നാടിൻ്റെ ഭാഷാന്യൂനപക്ഷത്തിൻ്റെയും മതന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ സംരക്ഷണം ഇന്ത്യ ഗവൺമെൻറ് ഉറപ്പാക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതിന് ഞാൻ ഇന്ത്യൻ ദളിതരായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളാണോ അവർ ലക്ഷ്യം വെക്കുന്നത്? ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചില പൊടിക്കൈകൾ പ്രയോഗിച്ചത്. അതാണല്ലോ ഉസ്താദിന്റെ പേജ് അല്ലെങ്കിൽ അതിന്റെ ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ കാരണം. പക്ഷേ അതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ആ വിഭാഗത്തിലെ ആളുകളെന്ന് ഇവർ തിരിച്ചറിയണം. ഇനിയെങ്കിലും നന്നായിട്ടറിയാം ആരാണ് രക്ഷകർ, ആരാണ് രാജ്യത്തിന്റെ മതേതരത്വം അപകടപ്പെടുമ്പോൾ മൗനം ദീക്ഷിച്ചത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അവർ അതിനനുസരിച്ച് പ്രതികരിക്കും. ഞാൻ പാർലമെന്റിലെത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉറപ്പായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും. എൻ്റെ കൂടെ ഇവരെല്ലാവരും, അതിന് മതവും ജാതിയും ഒന്നുമില്ല കേട്ടോ. എല്ലാ ജനാധിപത്യം സംരക്ഷിക്കണം, മതേതരത്വം പുലരണം, നാടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജയിച്ചാൽ അവരുടെ എല്ലാം പ്രതീക്ഷ നിറവേറ്റുന്ന തരത്തിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ നേരത്തെ മന്ത്രിയായപ്പോഴൊക്കെ ചെയ്തതുപോലെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. തീർച്ചയായും ഇതാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ വിജയപ്രതീക്ഷ. പുനീത് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 വടകര.